കവണക്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്താണ് ഇപ്പോൾ ഞാൻ. എന്നാൽ ഇവിടെ അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. രഹസ്യം മറ്റൊന്നുമല്ല, നമ്മുടെ സൂയസ് കനാലിൽ കപ്പലുകൾ താഴേക്ക് ഇറക്കുകയും മേലേക്ക് കയറ്റുകയും ചെയ്യുന്ന അതേ ഒരു പരിപാടി തന്നെയാണ്. ഈ പുഴയുടെ മേൽഭാഗത്ത് തോണി വന്നാൽ അതിനെ താഴ്ഭാഗത്തേക്ക് ഇറക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഷട്ടറാണ് അതിൻ്റെ വില്ലൻ. ഈ ഷട്ടറിനെ താഴ്ഭാഗത്തേക്ക് താഴ്ത്തിയിട്ട് മേൽഭാഗത്ത് കൂടി വരുന്ന തോണിയെ ഈ കനാലിനകത്തേക്ക് കയറ്റണം. അതിനുശേഷം മേൽഭാഗത്തെ ഷട്ടറിനെ താഴ്ത്തി ഈ ഷട്ടറിനെ പൊക്കുക. അപ്പോൾ ജലനിരപ്പ് താഴത്തെ നിരപ്പിന് സമാനമാകും. അപ്പോൾ നിഷ്പ്രയാസം തോണിയെ താഴത്തേക്ക് മാറ്റാൻ കഴിയും. ഈ ഒരു പരിപാടി തന്നെയാണ് സൂയസ് കനാലിലും ചെയ്യുന്നത്. അങ്ങനെ കണ്ടിരിക്കെ എൻ്റെ സഹപാഠികൾ പുഴയുടെ മേൽഭാഗം കാണാം എന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ എഞ്ചിനീയറിംഗിലെ മണ്ടത്തരം കാരണം ഈ കനാലിനകത്ത് ചെറിയൊരു തോണി മാത്രമേ കൊള്ളുകയുള്ളൂ. ഇത് കുറച്ച് വീതി കൂട്ടാമെങ്കിൽ നല്ല ഒരു ബോട്ട് സർവീസ് തന്നെ നമുക്ക് നടത്താമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പാലത്തിൻ്റെ കാലുകൾക്ക് ഇടയിലുള്ള വീതി പോലും ഈ ഭാഗത്തിന് കൊടുത്തിട്ടില്ല. റോഡ് മാർഗം തിരക്ക് കൂടിയ ഈ കാലത്ത് നിലമ്പൂരിൽ നിന്നും മറ്റും ഒക്കെ ഒരു ബോട്ട് സർവീസ് കോഴിക്കോട്ടേക്ക് നടത്താമെന്ന ഒരു പരിപാടി ഇവിടെ ചെയ്യാമായിരുന്നു. അതിനൊന്നും ഈ ഭാഗം വീതി കുറവായതുകൊണ്ട് അതൊന്നും നടക്കത്തില്ല. ഷട്ടറുകൾ പൊക്കാനും താഴ്ത്താനുമുള്ള ഉപകരണങ്ങളാണ് മേലെ ഈ മഞ്ഞ പെയിൻ്റടിച്ച് കാണുന്നത്. അത് കണ്ടിരിക്കെ താഴെ ഇങ്ങനെ ഒരു പരിപാടി. ഒരു ചങ്ങാതി വല വീശിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പതുക്കെ തൻ്റെ അടുത്തേക്ക് വലയെ വലിച്ചടിപ്പിക്കുന്നുണ്ട്. വലിയുടെ ഭാവം കണ്ടാൽ വലിയ എന്തോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. എന്നാൽ അധികം വലിപ്പമൊന്നുമില്ല. ചെറിയ ഒരെണ്ണം അദ്ദേഹത്തിന് കിട്ടി. നേരത്തെ പിടിച്ചു വച്ചിരിക്കുന്ന കവറിൽ അതിനെ വിട്ടു. നല്ല ഒരു മത്സ്യം. അത് എന്തോ ഇര തേടി പോവുകയായിരുന്നു. പുള്ളിക്കാരൻ നിർത്തിയിട്ടില്ല. വീണ്ടും വല വീശാനുള്ള പരിപാടിയിലാണ്. ഇത്രയും ഒഴുക്കുള്ള ഈ ജലാശയത്തിൽ വല വീശി മീൻ പിടിക്കുക എന്നത് വലിയ ശ്രമകരം തന്നെയാണ്. എന്നാൽ ഇത്തവണയും അതേ സ്ഥിതി തന്നെയാണ്. ചെറിയ ഒന്നോ രണ്ടോ മത്സ്യമേ കുടുങ്ങിയിട്ടുള്ളൂ. എന്നാലും പുള്ളിയുടെ വീട്ടിലേക്കുള്ള മത്സ്യമൊക്കെ ആയിട്ടുണ്ട്. കാഴ്ചകൾ കണ്ടിരിക്കെ ഞങ്ങൾ യാത്ര തിരിച്ചു.